Hey everyone, welcome to yet another video. So in this video, ഞാൻ എന്താണെന്ന് പറയാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്സ് പ്രാക്ടിക്കൽ എക്സാമിൻ്റെ റിവ്യൂ ആണ് ഗൈസ്. അങ്ങനെ ഇനി ഒരു എക്സാം കൂടെ ബാക്കിയില്ല, 4 എണ്ണം കഴിഞ്ഞു ഗൈസ്. മാത്സ് എക്സാമിനെ കുറിച്ച് പറയാനാണെങ്കിൽ നല്ല അടിപൊളി എക്സാം ആയിരുന്നു ഗൈസ്. എല്ലാം ഈസി ആയിരുന്നു, ഭയങ്കര എളുപ്പമായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്ന ലാബ് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാല്യൂ ഓഫ് ഫംഗ്ഷൻ, ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ്, ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ്, സർക്കിൾസ് ആൻഡ് പാരബോള, ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻസ്. ഈ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് ഒരു 1:45 ഒക്കെ ആകുമ്പോഴത്തേക്കാണ് എനിക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്തത്. ഒരു 3 o'clock ആകുമ്പോഴത്തേക്കാണ് ഞാൻ 4 ലാബും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത്രയ്ക്ക് എളുപ്പമായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്. ക്വസ്റ്റ്യൻസ് ഒക്കെ ഭയങ്കര ഈസി ആയിരുന്നു. നമുക്ക് ഓൾറെഡി നമ്മുടെ ലാബ് മാനുവലൊക്കെ തന്നിട്ടുള്ള പോലത്തെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. സാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ 6 ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്തോന്ന്. ഞാനൊരു 5 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് 6ാമത്തെ ക്വസ്റ്റ്യൻ എഴുതാൻ വേണ്ടി പോകുമ്പോൾ സാർ വന്നിട്ട് പറഞ്ഞു, ഇൻവിജിലായിട്ട് വന്നിട്ട് പറഞ്ഞു 6 എണ്ണം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, 5 എണ്ണം ചെയ്തില്ല അത് മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ 5ൽ നിർത്തി. 5 എണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഫങ്ഷൻസ് ഞാൻ ചെയ്തിട്ടില്ല. അത് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് സാർ വേണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് എന്നോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് വൈവ നല്ല അടിപൊളിയായിരുന്നു ഗൈസ്. സത്യം വെച്ചാൽ ഇന്ന് രാവിലെയാണ് ഞാൻ അറിയുന്നത് മാത്സിന് 4 മാർക്കിൻ്റെ വൈവ ക്വസ്റ്റ്യൻസ് 4 മാർക്കിൻ്റെയാണ് മാത്സിന് ചോദിക്കാന്നുള്ളത്. അപ്പോൾ കുറച്ച് വീഡിയോ കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ കണ്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി ഈസി ക്വസ്റ്റ്യൻസ് തന്നെയാണ് വൈവയിലും ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓവർ കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ല. പിന്നെ ഏതോ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എനിക്ക് കിട്ടിയിട്ടില്ല ഗൈസ്, ടു ബി ഹോണസ്റ്റ്. അപ്പോൾ മാർക്കൊക്കെ കിട്ടുന്നുള്ള ശുഭപ്രതീക്ഷയുണ്ട് ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എക്സാം എങ്ങനെ ഉണ്ടായെന്ന് നമുക്ക് കമൻറ്റ് ചെയ്യാം. അങ്ങനെ മാത്സ് എക്സാമും കഴിഞ്ഞു. അപ്പോൾ ഇനി ഒരു എക്സാമും കൂടെ ഇല്ലു, കെമിസ്ട്രിയാണ് ഗൈസ്. കെമിസ്ട്രി പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യണത്ര. പിന്നെ സർക്കിൾസ് ആൻഡ് പാരബോളയിൽ നമുക്ക് മോഡലിൽ ഒരു ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. A-B എന്നുള്ള പോയിന്റ് തന്നിട്ട് അതിലൂടെ സർക്കിൾ വരക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മോഡൽ എക്സാം ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നത് A എന്നുള്ള പോയിന്റും B എന്നുള്ള പോയിന്റും പ്ലോട്ട് ചെയ്തതിന് ശേഷം A എന്ന് ബിയിലേക്ക് ലൈൻ സെഗ്മെന്റ് വരച്ച് അതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എടുത്തിച്ച് പെർപെൻഡിക്കുലർ ബൈസെക്ടറും ആ ലൈൻ സെഗ്മെന്റും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിലെ കൂടിയാണ് ഞാൻ സർക്കിൾ വെച്ചിട്ടുണ്ടായിരുന്നത്. അഥവാ A-B ഡയമീറ്റർ വെച്ചിരുന്ന രീതിയിലാണ് സർക്കിൾ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ നമ്മളോട് പറഞ്ഞ് അങ്ങനെ വരക്കണ്ട, A-B ഡയമീറ്റർ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ ക്വസ്റ്റ്യനിൽ. അതുകൊണ്ട് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വെച്ചിട്ട് പെർപെൻഡിക്കുലർ ബൈസെക്ടറിൽ ഏതെങ്കിലും ഒരു പോയിന്റ് പ്ലോട്ട് ചെയ്തിട്ട് ആ തന്ന A-B എന്നുള്ള പോയിന്റും നമ്മൾ പ്ലോട്ട് ചെയ്ത ആ ഒരു പോയിന്റിലും കൂടി സർക്കിൾസ് ത്രൂ 3 points എന്നുള്ളൊരു ടൂൾ ഉണ്ട്, അത് വെച്ചിട്ട് സർക്കിൾ വരക്കാനാണ് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മോഡലിൽ പിന്നെ നമ്മൾ മാറ്റി ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ സെയിം ക്വസ്റ്റ്യൻ തന്നെ നമുക്കിപ്പോൾ പബ്ലിക് എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നു. സോ ഞാൻ സാറ് പറഞ്ഞ രീതിയിൽ ചെയ്തു. അപ്പോൾ നമ്മൾ ഇൻവിജിലായിട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ല, സാർ വന്നിങ്ങനെ നോക്കി. അപ്പം ഞാൻ കാര്യം പറഞ്ഞു, A-B ഡയമീറ്റർ അയച്ചല്ല ഞാൻ വരച്ചത്, ഇതേപോലെയാണ് വരച്ചതെന്നൊക്കെ അവതരിപ്പിച്ചു. അപ്പോൾ സാർ വന്നിട്ട് പറഞ്ഞു വേറെ പോയിന്റ് പ്ലോട്ട് ചെയ്തിട്ട് അതിലൂടെ സർക്കിൾ വരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട്. സോ അത് ഞാൻ സാറിന് ചെയ്ത് കാണിച്ചു കൊടുത്തു. പിന്നെ നല്ല അടിപൊളി എക്സാം ആയിരുന്നു. ഭയങ്കര ഈസിയാണ്, എളുപ്പമായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ഫസ്റ്റൊക്കെ ഭയങ്കര മടിയുണ്ടായിരുന്നു ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട്. മോഡൽ ഞാൻ ഒന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല വെച്ചാൽ 2-3 ലാബ് മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. എല്ലാ ലാബും ചെയ്ത് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ കാണാനും ഉണ്ടായിരുന്നു. പിന്നെ പബ്ലിക് എക്സാം ആയതുകൊണ്ട് തന്നെ കുറച്ച് ക്ലാസ്സും കണ്ട് എൻ്റെ ലാബിൽ ജിയോജിബ്ര വിൻഡോ ഉള്ളതുകൊണ്ട് തന്നെ ലാബ് ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻസൊക്കെ യൂട്യൂബിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല അടിപൊളി എക്സാം ആയിരുന്നു ഓവറോൾ. നിങ്ങൾക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഇനി എന്തൊക്കെ എക്സാം ബാക്കിയുണ്ടെന്നൊക്കെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങൾ പറയാം ഗൈസ്. അപ്പോൾ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. നല്ല അടിപൊളിയായിരുന്നു ഗൈസ്. ഇനി മാത്സ് എക്സാം എഴുതാൻ വേണ്ടി പോകുന്നവരോട് പറയാനുള്ളത്, നമുക്ക് 3 hour എക്സാം ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഭയങ്കര ടെൻഷൻ അടിച്ച് വേഗം ചെയ്തെല്ലാം തെറ്റിക്കാനും നിൽക്കേണ്ട. നല്ല ടൈം എടുത്ത് ആലോചിച്ച് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ചെയ്തതൊക്കെ ശരിയാണോ എന്നുള്ളത് ഒരിക്കൽ കൂടി കൺഫേം ചെയ്യാൻ ശ്രമിക്കുക. അതിന് ശേഷം മാത്രമേ സാറിന് പേപ്പർ കൈമാറാം. പിന്നെ എഴുതാൻ പോകുന്നവർക്ക് ഓൾ ദ ബെസ്റ്റ് ഗൈസ്, ഡു യുവർ ബെസ്റ്റ്. ഇന്ന് വേറൊരു സംഭവം നടന്നു ഗൈസ്. 1 മണിക്കുള്ള എക്സാമിന് ഞാൻ രാവിലെ 11 മണിക്ക് സ്കൂളിൽ പോയി. ഞാൻ അവിടെ എത്തിയിട്ട് എൻ്റെ ബാച്ചിൽ ആരും കാണാത്ത സമയത്താണ് ഞാൻ ആ നഗ്നസത്യം മനസ്സിലാക്കുന്നത്. നമുക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് എക്സാം എന്ന്. ലാസ്റ്റ് എക്സാം സുവോളജിയാണ് ഉണ്ടായത്. സുവോളജി 11 മണിക്കാണ് ഉണ്ടായത്. അപ്പോൾ ഞാൻ ആ ഒരു മൈൻഡിൽ 11 മണിക്ക് സ്കൂളിലേക്ക് പോയി. പിന്നെയാണ് മനസ്സിലായത് ആകെ 4 ചമ്മി. ഉച്ചയ്ക്ക് ശേഷമുള്ള എക്സാമിന് രാവിലെ പോയി. സ്കൂളിൻ്റെ അടുത്ത് തന്നെ വീടായതുകൊണ്ട് വേഗം ഇങ്ങോട്ടേക്ക് തന്നെ നടന്നിട്ട് വന്ന്. പിന്നെ വന്ന ശേഷം കുറച്ച് ലാബും കാര്യങ്ങളൊക്കെ ചെയ്ത് തിരിച്ച് 1 മണിയാകുമ്പോൾ ആദ്യം സ്കൂളിലേക്ക് തന്നെ പോയി ഗൈസ്. സോ സാഡ്. ഞാൻ എന്ത് ബോധത്തിലുണ്ടായത് എനിക്ക് തന്നെ അറിയില്ല. ഞാൻ എപ്പോഴും പോലെ തന്നെ 11 മണി ആ സമയമാകുമ്പോൾ റെഡിയായി സ്കൂളിലേക്ക് പോയി താഴത്തിട്ട് ആരും ഉണ്ടായിട്ട് ഗൈസ്, എൻ്റെ ബാച്ചിട്ട് ആരും ഉണ്ടായിട്ടാ. പിന്നെ ആലോചിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് 1 മണിക്കാണ് എക്സാം. മാത്സ് എക്സാം എന്നറിയാം, പക്ഷേ ഉച്ചയ്ക്ക് ശേഷമാണെന്നില്ല കാര്യം ഞാൻ മറന്നുപോയി ഗൈസ്.
അപ്പോൾ ഇതേപോലത്തെ അപകടത്തരെല്ലാം ആരെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. കാരണം ഞാൻ ഒറ്റക്കല്ല എന്ന് ആലോചിച്ച് എനിക്ക് സമാധാനിക്കാലോ. എന്നെപ്പോലെ അപകടന്മാരായ കുറച്ച് പേരെങ്കിലും ഉണ്ട് എന്ന് ആലോചിച്ച് എനിക്ക് സമാധാനിക്കാലോ. സോ ഗൈസ്, നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇൻസിഡൻസ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. ആകെ ക്രിഞ്ചായി. ഞാൻ പോയ പോലെ തന്നെ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായി. പിന്നെ അധികാരം ശ്രദ്ധയിൽപ്പെടാത്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. പിന്നെ ഈ വീട് എൻ്റെ ഫ്രണ്ട്സെല്ലാം കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ഇൻസിഡൻസ് അറിയാമല്ലോ. ഇതുവരെ കഴിഞ്ഞ എല്ലാ എക്സാമും നല്ല അടിപൊളിയാണ്, ഈസിയാണ്. അപ്പോൾ ഇത്രയ്ക്ക് തന്നെയുള്ളൂ. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. അപ്പോൾ ഓക്കെ, ബൈ.